ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും. പക്ഷേ ശരിക്കും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് ആരാണെന്നറിയാൻ പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായിരിക്കും. ആ ക്വാളിറ്റീസ് ഉള്ള ആളുകളെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. നമ്മളെ നന്നായിട്ട് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി അതുപോലെ തന്നെ മെൻ്റലി ഒക്കെ കെയർ ചെയ്യുന്ന ആളുകൾ. അതൊരു പക്ഷേ ഒരു വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജസ്റ്റ് ഒരു പ്രസൻസ് കൊണ്ടായിരിക്കാം. നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് വലിയൊരു എനർജി ആയിരിക്കും. അതുപോലെ നമ്മൾ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സോ നേട്ടങ്ങളൊക്കെ നേടുന്ന സമയത്ത് വലിയ രീതിയിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കര ഒരു ഫ്യൂവലായിരിക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അവരെപ്പോഴും നമുക്കൊരു മെൻ്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് അവരിൽ നിന്നും ലഭിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞോളണമെന്നൊന്നുമില്ല. അവർ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. പക്ഷെ ഞാൻ ഈ ഓരോ പോയിന്റുകൾ കൃത്യമായിട്ട് പറയുമ്പോൾ അതങ്ങനെയാണല്ലേ, അങ്ങനെ ഒരു സപ്പോർട്ട് അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ മെൻ്റൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ വിട്ടുകളയരുത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഫിസിക്കൽ സപ്പോർട്ട് എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കും, അല്ലേ? നമ്മൾ അവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ ചില സമയത്ത് സ്നേഹത്തോടു കൂടിയിട്ടുള്ള അവരുടെ തലോടൽ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ടച്ചൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ഫിസിക്കൽ എന്ന് പറയുന്ന ആ ഒരു കെയറിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ഫിസിക്കലി ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി കൂടി നമ്മളെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്, അത് രണ്ടുപേരും കൂടിയിട്ട് ഒന്നിച്ച് ചെയ്തു തീർക്കുക, ഇതൊക്കെ ഒരു ഫിസിക്കൽ സപ്പോർട്ടായിട്ട് വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തി ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഫിസിക്കൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബോഡി കൊണ്ട് അവർക്ക് നൽകുന്ന സപ്പോർട്ട്, കെയർ, അങ്ങനെ അത് പ്രസൻസ് കൊണ്ടാവാം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി പ്രിയപ്പെട്ട ഒരാളായിരിക്കും. അവരെ വിട്ടുകളയരുത്. ഇപ്പം ഞാനിത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമൊക്കെ ഉള്ളൂ എങ്കിൽ അവരെ തന്നെ എങ്ങനെ എന്താ പറയുക ആശ്രയിച്ച് ജീവിക്കണമെന്നല്ല പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോവാം. ഫൈനാൻഷ്യലി നിങ്ങളെ കെയർ ചെയ്യുന്ന ആളുകൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾ തന്നെ ആവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അപ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾക്ക് ശമ്പളം കൂടുതലാണ്, ഒരാൾക്ക് ശമ്പളം കുറവാണ്. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഫൈനാൻഷ്യൽ ഇടപാടുകളും കെയറിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു തരത്തിലുള്ള കെയർ ആണ്. അപ്പം നമ്മൾ 3 തരത്തിലുള്ള കെയർ പറഞ്ഞു. ഒന്ന് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ആയിട്ടുള്ള കെയർ പറഞ്ഞു, പിന്നെ അതുപോലെ ഫിസിക്കൽ കെയർ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഫൈനാൻഷ്യൽ കെയർ. ഈ 3 തരത്തിലുള്ള കെയർ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തി, നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കിട്ടിയത് ഭാഗ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ആ വ്യക്തി ഒരിക്കലും വിട്ടുകളയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആവാനും ബെറ്റർ ആക്കാനും വേണ്ടിയിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. പല രീതിയിൽ അതിനുള്ള എഫേർട്ട് ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിട്ടുകളയാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ തരുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ വിട്ടുകളയാതിരിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും സത്യം പറയുന്ന ഒരു വ്യക്തി, ഒരിക്കലും കള്ളം പറയത്തില്ല, അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വിട്ടുകളയാതിരിക്കുക. ഏകദേശം 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റിൽ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞു, പലതരത്തിലുള്ള കെയർ നിങ്ങളോട് സൂചിപ്പിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിട്ടുകളയണ്ട, നിങ്ങൾ ചേർത്ത് പിടിക്കുക, ഒത്തിരി നാൾ ഒന്നിച്ച് ജീവിക്കുക
എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിലെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില കെയറുകളൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ചില വ്യക്തികളിൽ നിന്ന് കിട്ടുന്നുണ്ടാവാം. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അപ്പം അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ചേർത്ത് നിർത്തുക. ഏത് രീതിയിൽ, ഇപ്പം നമ്മുടെ പാർട്ട്ണർ അല്ലാത്ത രീതിയിലുണ്ടല്ലോ, ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ടായിട്ട്, കസിൻ ആണെങ്കിൽ കസിനായിട്ട്, പാരൻസ് ആണെങ്കിൽ പാരൻസ് ആയിട്ട്, അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചേർത്ത് പിടിക്കുക, അവരൊന്നും വിട്ടുകളയാതിരിക്കുക. പിന്നെ ഇതെല്ലാം ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്കിഷ്ടമാണ്, ആ വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ലൈഫ് പാർട്ട്ണറായിട്ട് ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്കൊരു പാർട്ട്ണറുണ്ട്, ആ വ്യക്തിയിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ അങ്ങോട്ടും നന്നായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസോ അല്ലെങ്കിൽ വാട്സപ്പ് ഗൈഡൻസോ ഒക്കെ നൽകാം. എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.